കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഉത്രട്ടാതി നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങളും അവരുടെ പ്രതികൂല നക്ഷത്രങ്ങളും അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടതും ഉന്നമനത്തിന് ജീവിത ഉയർച്ചയ്ക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ഈശ്വര വിശ്വാസികളായിരിക്കും. ആത്മീയവാദികളും മധുരമായിട്ട് സംസാരിക്കാൻ കഴിയുന്നവരും മൃദുവായിട്ട് സംസാരിക്കുന്നവരും മറ്റുള്ളവരുടെ മനസ്സിൽ കയറി സ്ഥാനം പിടിക്കുന്നവരും സുന്ദരതയുള്ളവരൊക്കെ ആയിരിക്കും. സത്യസന്ധത, ദയാദാക്ഷിണ്യമൊക്കെ ഇവർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. മുൻകോപികളും ആയിരിക്കും. ഇതൊക്കെ തന്നെയാണ് ഇവരുടെ സ്വഭാവങ്ങൾ. ആത്മനിയന്ത്രണ ശക്തിയുണ്ട്. ഇവരുടെ മനസ്സിലിരിപ്പ് മറ്റുള്ളവർക്ക് പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. ഒരു മറ്റുള്ളവരെ പറ്റിക്കുന്ന രീതിയിൽ ഇവർ പുറത്ത് പറയുന്നതായിരിക്കില്ല ഇവരുടെ മനസ്സിലിരിക്കുന്നത്. മനസ്സിലിരിപ്പൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തതായിരിക്കും. മറ്റുള്ളവരെ കൊണ്ട് പ്രവൃത്തി എടുപ്പിക്കാനാണ് ഇവർ ശ്രമിക്കാറ്. ചില സമയത്ത് അലസന്മാരായിട്ട് മറ്റുള്ളവരെ കൊണ്ട് പ്രവൃത്തി എടുപ്പിച്ച് ഇവർ സുഖമായിട്ട് കയറിയിരുന്ന് ജീവിക്കും. ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പരാജയപ്പെടുത്താൻ ഇവർക്ക് കഴിവുണ്ട്. ശത്രുക്കളാണെന്ന് തോന്നുന്നവരുടെ പ്രവർത്തനങ്ങളെയൊക്കെ പരാജയപ്പെടുത്താനൊക്കെയുള്ള കഴിവുണ്ട്. ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങളാണ് അശ്വതി നക്ഷത്രങ്ങൾ, കാർത്തിക നക്ഷത്രങ്ങൾ, മകയിരം, ചിത്തിര, ചോതി, വിശാഖം. ഇതൊക്കെ പ്രതികൂല നക്ഷത്രങ്ങളാണ് ഉത്രട്ടാതി നക്ഷത്രത്തിന്. ഇവര് അനുഷ്ഠിക്കേണ്ടതായ ജീവിതത്തിൽ ആജീവനാന്തം ഇവർ അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേതുർദശ ഇവർക്ക് വളരെ ദോഷകരമാണ്. ആദിത്യദശ ദോഷകരമാണ്. കുജദശയും ദോഷകരം തന്നെയാണ്. അപ്പോൾ ഈ 3 ദശയിലും കേതുർദശയിലും ആദിത്യദശയിലും കുജദശയിലും ഇവര് ഗ്രഹദോഷ പരിഹാരങ്ങൾ ചെയ്യുകയും ഉത്രട്ടാതി, പൂയം, അനിഴം നാളുകളിൽ ക്ഷേത്ര ദർശനം നടത്തി പുഷ്പാഞ്ജലിയോ മറ്റു വഴിപാടുകളോ പൂജാതി കർമ്മങ്ങളോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയാണ്. നക്ഷത്രനാഥനായ ശനി, ഇവരുടെ നക്ഷത്രനാഥൻ ശനിയാണ്. അപ്പോൾ ശനിയെ പ്രീതിപ്പെടുത്തുന്നതായ കർമ്മങ്ങൾ നിരന്തരം ചെയ്യുകയും ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താവിനെ അല്ലെങ്കിൽ ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുകയും ശനീശ്വര പ്രീതി വരുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർക്ക് ഗുണഗണങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. ജന്മനക്ഷത്രം തോറും ശനിയാഴ്ച വ്രതം ആചരിക്കുക, ജന്മനക്ഷത്രം തോറും ശനീശ്വരനെ പൂജ ചെയ്യുക, അന്നദാനം കൊടുക്കുക, പാവങ്ങൾക്ക് സൽപ്രവർത്തികൾക്കായിട്ട് അന്നദാനം നൽകുക. ഇതൊക്കെ നടത്തുന്നത് സവിശേഷ പ്രാധാന്യത്തോടെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ വിഷ്ണുവിനെ രാശിനാഥൻ വിഷ്ണുവാണ്. ഈ രാശിനാഥനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്താനായിട്ട് വിഷ്ണു പൂജ ചെയ്യുക, വിഷ്ണു പ്രീതി കർമ്മങ്ങൾ ചെയ്യുക, വിഷ്ണു പൂജ നടത്തി വിഷ്ണു സഹസ്രനാമമൊക്കെ ഇവർക്ക് പറ്റുമെങ്കിൽ പാരായണം ചെയ്യുന്നത് നന്നായിരിക്കും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ദോഷങ്ങൾ ഉണ്ടാവുമെന്ന് കാണുമ്പോൾ ഇവർ ഈ പറയുന്ന ജന്മനക്ഷത്ര ദിവസങ്ങളിൽ ശനീശ്വര പ്രീതിയൊക്കെ വരുത്തി വിഷ്ണു പൂജകളൊക്കെ നടത്തുന്നത് കൊണ്ട് ഇവർക്ക് ഗുണഗണങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് മഞ്ഞയും കറുപ്പും അനുകൂല നിറങ്ങളാണ് ഇവർക്ക്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് പോകുമ്പോൾ കറുപ്പ് നിറം ധരിക്കുകയോ മഞ്ഞ നിറം ധരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഈ നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ട് ഇരിക്കുന്നതാണ്.